നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുയോഗത്തിനിടെ സ്റ്റേജ് തകർന്നു. പട്ലിപുത്ര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന RJD അധ്യക്ഷൻ ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയും മിസ ഭാരതിയും തേജസ്വി യാദവും വേദിയിലേക്ക് കയറിയതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. സ്റ്റേജിന്റെ ഒരു വശം പിന്നിലേക്ക് ചെരിയുകയായിരുന്നു. 2 തവണ സ്റ്റേജ് ഇത്തരത്തിൽ പിന്നിലേക്ക് ചെരിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ രാഹുലിനെ വളഞ്ഞു. എന്നാൽ രാഹുൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദിയിൽ തന്നെ തുടരുകയായിരുന്നു. പാട്നയിലെ പ്രാന്തപ്രദേശത്തുള്ള പാലിഗഞ്ചിലെ പൊതുയോഗത്തിനിടെയായിരുന്നു സംഭവം. അതേസമയം മിസ ഭാരതിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാനും രാഹുൽ ഗാന്ധി മറന്നില്ല. ബീഹാറിൽ തുടരുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ മഹാഗത്ബന്ധൻ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് തുടർച്ചയായി തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ബക്തിയാർപൂരിൽ നടന്ന പൊതുയോഗത്തിൽ രാജ്യത്തുടനീളം ഇന്ത്യൻ ബ്ലോക്കിന് വ്യക്തമായ പിന്തുണയുണ്ട് എന്നും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ലെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രതിരോധ സേവന റിക്രൂട്ട്മെന്റിനുള്ള അഗ്നിപഥ് പദ്ധതി ഒഴിവാക്കി ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 8500 രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. തങ്ങൾ അഗ്നിപഥ് പദ്ധതിയെ ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്നും മോദി സൈനികരെ തൊഴിലാളികളാക്കിയെന്നും രാഹുൽ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന എല്ലാ വ്യവസായങ്ങളും വീണ്ടും തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 30 ലക്ഷം തൊഴിലവസരങ്ങൾ നികത്തുമെന്നും രാഹുൽ ഊന്നി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ദൈവഹിതം പരാമർശത്തെയും രാഹുൽ പരിഹസിച്ചു. ജൂൺ 4-ന് ശേഷം ED അഴിമതിയെക്കുറിച്ച് മോദിയോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, എന്നെ ദൈവമാണ് അയച്ചതെന്ന് അദ്ദേഹം പറയുമെന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. അതേസമയം പിന്നീട് റാലിയെ അഭിസംബോധന ചെയ്ത തേജസ്വി യാദവ് മോദി വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പകരം ഭിന്നിപ്പിക്കുന്ന ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി. ബീഹാറിലെ ജനങ്ങൾ തങ്ങളോട് പറഞ്ഞ നുണകൾക്ക് പ്രതികാരം ചെയ്യും. അവർ ഇവിടെ ജനങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തു? അവർക്ക് ജോലിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അവർ ബീഹാറിൽ ചവറാണ് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ഇവിടെ എന്തു ചെയ്യുമെന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞില്ല. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ എന്നിവയാണ് പ്രശ്നങ്ങളെന്നും രാഹുൽ തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി തലവൻ മുകേഷ് സാഹ്നി, മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് നേതാക്കൾ എന്നിവർ റാലികളിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. അതേസമയം റാലിക്കിടയിൽ മോദി സർക്കാരിനെതിരെ തുറന്നടിക്കാനുള്ള ഒരവസരവും രാഹുൽ എവിടെയും പാഴാക്കാറില്ല. ഭരണവിരുദ്ധ വികാരം രാഹുലിന്റെ എല്ലാ പ്രസംഗങ്ങളിലും കാണാം.